ഇപ്പോ കേരളത്തിലെ ഏറ്റുമുട്ടൽ രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലാണ്. ഒന്ന് PV അൻവർ നേതൃത്വം നൽകുന്ന നിലമ്പൂർ ഡോൺസ്, പിന്നെ P ശശി നേതൃത്വം നൽകുന്ന കണ്ണൂർ ഡോൺസ്. ഇവർ രണ്ടുപേരും തമ്മിൽ കൊള്ള മുതൽ പങ്കിടുന്നതിൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങളാണ് ഇപ്പോൾ നാറിയ കഥകൾ മുഴുവൻ തന്നെ നാട്ടിൽ മുഴുവൻ പാട്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇത്രയും കാലം ഇവരെ ഒരുമിച്ച് നിന്ന് കസ്റ്റഡി കൊലപാതകങ്ങളും സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർബാധം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കരിപ്പൂർ കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിന് കൂടെ നിന്ന ആളുകളാണ് ഇവരെല്ലാവരും ഒരുമിച്ച്. ഒരു സുപ്രഭാതത്തിൽ P ശശി ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആളാണ് എന്ന് അൻവറിന് തോന്നിയത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം അൻവറിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. കൊള്ള മുതൽ പങ്കിടുന്നതിനുള്ള തർക്കം, ആ തർക്കമാണ് ഇപ്പോ ഈ കഥകളൊക്കെ പുറത്തു വരാൻ കാരണം. വല്ല അബദ്ധവും ഇടക്കൊക്കെ പറ്റുമ്പോ അത് PR-കാരെ വെച്ച് വെളുപ്പിച്ചെടുത്തു. അതാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരുന്ന തന്ത്രം. ഞാനിതൊരു 5-6 കൊല്ലം മുമ്പേ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കോവിഡ് കാലത്ത് കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കോവിഡ് ബാധിതരായിട്ടുള്ളവരുടെ എണ്ണം ലോകത്തെവിടെയുമുള്ളതിനേക്കാൾ കുറവാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് അന്ന് പിണറായി വിജയൻ നടത്തിയത്. എന്നിട്ട് മാധ്യമങ്ങളിലുള്ള ചില പഴയ SFIക്കാരുണ്ട്. ആ മാധ്യമങ്ങളിലുള്ള SFIക്കാര് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്ക് പുറത്തും ഉൾപ്പെടെയുള്ള പഴയ SFIക്കാരുണ്ട്. അവരെ കൊണ്ട് ലേഖനം എഴുതിക്കും. എന്നിട്ട് പറയും, ന്യൂയോർക്ക് ടൈംസിൽ വാർത്ത വന്നു, വാഷിംഗ്ടൺ ടൈംസിൽ വാർത്ത വന്നു, കോവിഡിനെ ഞങ്ങൾ പിടിച്ചുകെട്ടി, കേരളം പിടിച്ചുകെട്ടി. അന്ന് ചില CPM-കാരും SFIക്കാരും ഒക്കെ പറഞ്ഞത് നരേന്ദ്രമോദി പിണറായി വിജയനെ കണ്ടുപിടിക്കണം എന്നാണ്. കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന മാതൃക, അന്നത്തെ PR ഏജൻസിയുടെ നിർദ്ദേശമായിരുന്നു കോവിഡ് ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്നത്. അത് കഴിഞ്ഞ് ഡാം തുറന്നുവിടാതെ ഏതാണ്ട് 400ഓളം ആളുകളെ ഇടുക്കിയിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആദ്യത്തെ പ്രളയം, അന്നും കരുതലിന്റെ ആൾരൂപമായിട്ട് പിണറായി വിജയൻ അവതരിച്ചു. ലോകം മുഴുവൻ കരുതലിന്റെ പ്രതിരൂപമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. ആ അവതരണവും PR ഏജൻസിയുടേതായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നീട് ഉണ്ടായിട്ടുള്ള പ്രളയങ്ങൾ, ആ കാലഘട്ടത്തിലാണ് PR ഏജൻസികൾ പുതിയൊരു പേര് മുഖ്യമന്ത്രിക്ക് ചാർത്തിക്കൊടുത്തത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ക്യാപ്റ്റൻ. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ ഉണ്ടാക്കിയ പേരുകളല്ല. ഈ പേരുകളൊക്കെ ഉണ്ടാക്കുന്നത് PR ഏജൻസികളാണ്. അതുകൊണ്ട് ഈ PR ഏജൻസികളുടെ നിർദ്ദേശമനുസരിച്ച്, അവരുണ്ടാക്കുന്ന തിരക്കഥയനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കരുതലിന്റെ ആൾരൂപമായിട്ട് മാറിയ ഒരു നേതാവായിട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കപ്പെട്ടു. ഈ PR എക്സസൈസ് കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് തുടരുന്ന PR എക്സസൈസ് ആണ്. ഇതൊരു പുതിയ PR എക്സസൈസ് അല്ല, പുതുതായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസിയല്ല. പക്ഷെ ഇപ്പോ അത് പുറത്തു വന്നുപോയി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 8 കൊല്ലം ഭരിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ എവിടെയാണ് കള്ളക്കടത്ത് കൂടുതൽ നടക്കുന്നത്, ഏത് വിമാനത്താവളം വഴിയാണെന്ന് അറിയാൻ മുഖ്യമന്ത്രി ഒന്നും ആവണ്ട. എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകൾക്കറിയാം. മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ കൃത്യമായിട്ട് വായിക്കുന്ന ആളുകൾക്കറിയാം. ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് കരിപ്പൂരിലെ സ്വർണം പിടിക്കുന്ന വാർത്തയാണ്. പക്ഷെ കരിപ്പൂരിൽ സ്വർണം പിടിക്കുക മാത്രമല്ല, കരിപ്പൂരിൽ സ്വർണം പിടിക്കുക
ആ സ്വർണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വളഞ്ഞിട്ട് പിടിച്ച് അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അവിടെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു പങ്ക് തട്ടിയെടുക്കുന്ന ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് പുറത്തു വന്നത് ഇവർ തമ്മിലുള്ള തർക്കം പുറത്തു വന്നപ്പോഴാണ്. പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും വണ്ടി കൂടെ പോകുന്നുണ്ടാണ്. 28 വണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി കൂടെ പോകുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന്, ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ അതിനിടയിൽ ഒരാൾ കൂടെ ചെന്നിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പല്ല. അങ്ങനെ ഇരുന്ന ആൾക്കെതിരായിട്ട് നടപടി എന്താ എടുക്കാത്തത്? ഹിന്ദു പത്രം മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവിടെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിയമ നടപടി എന്താ സ്വീകരിക്കാത്തത്? ആരാണ് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആരാണ് ഈ ഏജൻസിക്ക് പണം കൊടുക്കുന്നത്? മുഖ്യമന്ത്രി ഇന്നലെ 3 അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. ഒന്നല്ല, 3 അന്വേഷണം. DGP ഒരു തവണ അന്വേഷിച്ചു, ഇനി 3 അന്വേഷണം പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷേ MR അജിത് കുമാറിനെ മാറ്റില്ല. സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. എന്താ മാറ്റാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി സാധാരണഗതിയിൽ, നിങ്ങളാണെങ്കിലും മുഖ്യമന്ത്രി ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും വാ തുറന്ന് ചിരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു അടവ് കൂടി എടുത്തു. മാധ്യമ പ്രവർത്തകര് ഈ 3 അന്വേഷണം നടത്തുന്ന ഒരാളെ അന്വേഷണ പൂർത്തിയാകുന്നത് വരെ ആ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റാൻ, സസ്പെൻഷൻ അല്ല, ആ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ മറുപടി, മുഖ്യമന്ത്രി ജീവിതത്തിൽ ആദ്യമായിട്ട് പൊതുജനങ്ങളോട് ചിരിച്ചു കാണിച്ചു. മാധ്യമപ്രവർത്തകരെ ഒരു 8ാമത്തെ അത്ഭുതം കണ്ടതോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് പിന്നെ എന്താ ചോദിക്കേണ്ടതറിയില്ല. ലോകത്ത് ഇതുവരെ 7 അത്ഭുതമുണ്ടായി. പിണറായി വിജയന്റെ ചിരി എന്ന് പറയുന്ന 8ാമത്തെ അത്ഭുതം കണ്ടു. ആ അത്ഭുതം കണ്ടതോടുകൂടി മാധ്യമപ്രവർത്തകർ തൽക്കാലത്തേക്ക് അവരൊന്ന് അന്താളിച്ചു. കാരണം ഇങ്ങനെ അത്ഭുതം വാർത്താ സമ്മേളനത്തിൽ കാണും, അല്ലെങ്കിൽ അതുവരെയുള്ള എന്താ കണക്ക് പുറത്ത്. മൈക്കിനോട് പോലും ക്ഷോഭിക്കുന്ന ഒരു മുഖ്യമന്ത്രി, മൈക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ ഉടനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാള് മാധ്യമ പ്രവർത്തകരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഒരൊറ്റ വഴിയുണ്ടായിരുന്നത് ഒരു ചിരിക്കുക.